കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ നായങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. നേരത്തെ IT ആക്ട് പ്രകാരം അർജുൻ നായങ്കിക്കെതിരെ കേസെടുത്തിരുന്നു. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, പെൻഷൻ വാങ്ങി സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല, ആവശ്യമെങ്കിൽ കായികപരമായി നേരിടുമെന്ന് ഒരു ക്രിമിനല് ഈ നാട്ടിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു. അതും തൊട്ടു മുൻപ് ഏതാനും ഒരു മാസം മുൻപ് ഇവരെ ഈ അർജുൻ നായങ്കി ഉൾപ്പെടുന്ന സംഘത്തെ, ക്രിമിനൽ സംഘത്തെ പിടികൂടിയതിൻ്റെ, അറസ്റ്റ് ചെയ്തതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ പരസ്യ വെല്ലുവിളിയായിരുന്നു. ഇയാൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണോ? ജാമ്യം റദ്ദാക്കുന്നതിനൊപ്പം മറ്റ് കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്ന ഒരു കടുത്ത നടപടി സ്വീകരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടോ? ടോം, കോതമംഗലം CI പ്രശാന്തിനെ വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അർജുൻ നായങ്കി തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഇത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അർജുൻ നായങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അർജുൻ നായങ്കിയുടേതായിട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്നാണ് ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. എന്തായാലും നമ്മൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതായിരുന്നു. അന്ന് അർജുൻ നായങ്കിയെയും സുഹൃത്തുക്കളെയും 6 പേരടങ്ങുന്ന സംഘത്തെ കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു പോലീസ് പിടികൂടിയത്. ആ പോലീസ് പിടികൂടിയതിന് പിന്നാലെ സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന വകുപ്പിനെ തുടർന്നാണ് പിന്നീട് ഇവർ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യവും. അർജുൻ നായങ്കിയുടെ ഫേസ്ബുക്കിൽ പ്രധാനമായും പറയുന്നത് ആ പോലീസ് ഏമാന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. പിന്നീട് അർജുൻ നായങ്കി അതിൽ പ്രധാനമായും പറയുന്നത് ഈ അർജുൻ നായങ്കിക്കൊപ്പം പിടികൂടിയതിൽ 2 പേരെ, അർജുൻ നായങ്കിയെക്കുറിച്ച് അറിയാത്ത 2 പേരാണ് ആ കല്യാണ പാർട്ടിയിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റൊപ്പം ഉണ്ടായിരുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ യാതൊരു കാരണവും കൂടാതെ, അതായത് തന്നോടൊപ്പം നിന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം പോലീസ് അറസ്റ്റ് ചെയ്ത നിരപരാധികളാണ്. അതുകൊണ്ട് അതിന് പകരം ചോദിക്കുമെന്നായിരുന്നു അർജുൻ നായങ്കി വെല്ലുവിളിച്ചത്. പെൻഷൻ പറ്റി സുഖമായി വീട്ടിലിരിക്കാമെന്ന് കരുതേണ്ട, സമാധാനത്തോടെ വീട്ടിലിരിക്കാം എന്ന് കരുതേണ്ട എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് വൈറലായതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥ അർജുൻ നായങ്കി ലംഘിച്ചു എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പോലീസിന് മജിസ്ട്രേറ്റിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ വിശദമായ വാദം നടത്തിയതിനു ശേഷമായിരിക്കും കോടതി അർജുൻ നായങ്കിയുടെ ജാമ്യം റദ്ദാക്കണമോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഈ അർജുൻ നായങ്കിക്കെതിരെ മാത്രമായിരിക്കും അത്തരം നടപടി ഉണ്ടാവുക, അതോ അന്ന് കേസിൽ പിടിക്കപ്പെട്ടവരെ എല്ലാവരുടെയും ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? കാരണം അർജുൻ നായങ്കി പറയുന്നുണ്ട്, ഞാനും എൻ്റെ കൂട്ടാളികളും എത്ര നാൾ ജയിലിൽ കഴിയേണ്ടി വന്നാലും ഈ CAയോട് പ്രതികാരം ചെയ്യുമെന്ന്. അതായത് അർജുൻ നായങ്കിയെ മാത്രം ജയിലിനടച്ചാലും കാര്യമില്ലല്ലോ, പുറത്തിയാളുടെ കൂട്ടാളികളുണ്ട്, അവരെയും പേടിക്കേണ്ടതല്ലേ, അവർക്കെതിരെ നടപടി ആവശ്യമല്ലേ? ടോം, ഇപ്പോൾ നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അർജുൻ നായങ്കിയാണ്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് മറ്റുള്ളവർക്കും അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ അർജുൻ നായങ്കിക്കെതിരെയാണ് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി, ഒരു റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റുള്ളവർ ഇതുവരേക്കും ജാമ്യ വ്യവസ്ഥ ലംഘിക്കാത്തൊരു സാഹചര്യത്തിൽ അർജുൻ നായങ്കി മാത്രമാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലെ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നത് ഏത് വ്യക്തിയാണേലും, ഏത് ക്രിമിനലാണെങ്കിലും, കൊടും കുറ്റവാളിയാണേലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, അവരുടെ ജാമ്യം റദ്ദാക്കണം. എന്തായാലും പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.